കൊടുവള്ളിയിലെ മുൻ MLA കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിലേക്ക് മടങ്ങി വരുന്നു. പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടന്നും LDF വഞ്ചിച്ചെന്നും കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയെന്നും കാരാട്ട് റസാഖ് ആരോപിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉണ്ടായത് റസാഖിന്? ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇടതുമുന്നണിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാരാട്ട് റസാഖിന് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കൊടുവള്ളിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്. 24 നമുക്ക് നൽകിയ 1-to-1 അഭിമുഖത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിൽ നേരത്തെയൊക്കെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തന്റെ മണ്ഡലത്തിൽ താൻ കൊണ്ടുവന്ന പല പദ്ധതികളും മുഹമ്മദ് റിയാസ് ഇടപെട്ട് അട്ടിമറിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പിലൊക്കെ കാരാട്ട് റസാഖ് വെച്ചിരുന്നു. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമയമൊക്കെ നൽകിയിരുന്നു. നേരത്തെ നമ്മളത് വലിയ രീതിയിൽ വാർത്തകളൊക്കെ കൊടുത്തതാണ്. പക്ഷെ പിന്നീട് അതിന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും കൊടുവള്ളിയിൽ നിന്നുള്ള നേതാവായിരുന്നു. പിന്നീട് 2015-16 കൊടുവള്ളിയിൽ നിന്ന് ഇടതുപക്ഷ MLA ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും സ്വതന്ത്ര MLA ഒക്കെയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 2026 ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം വീണ്ടും സീറ്റ് പ്രതീക്ഷിച്ച് കിട്ടാത്തതിനുള്ള ഒരു വിരോധമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് ചേക്കേറാൻ പോകുന്നതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പാണക്കാടേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അംഗത്വം എടുക്കുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം കാരാട്ട് റസാഖിന്റെ പ്രതികരണം നമ്മൾ തേടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗോകുൽ കെ വേണുഗോപാൽ, ശരിക്കും ഈ കാരാട്ട് റസാഖിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് സത്യം. കാരാട്ട് റസാഖിന്റെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇടതുമുന്നണിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2016 അദ്ദേഹം കൊടുവള്ളിയിൽ നിന്ന് MLA ആയത് ഈ മുസ്ലിം ലീഗ് വിട്ടു വന്നതിന് ശേഷം ഇടതു സ്വതന്ത്ര MLA ആയി മത്സരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഒരു വിജയമൊക്കെ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയതാണ്. ഈ ഘട്ടത്തിൽ ഇത്തവണ വീണ്ടും അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മുഹമ്മദ് റിയാസും ഒക്കെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കുറച്ചായിരുന്നു കണ്ടിരുന്നത്. എങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇടതുമുന്നണിയിൽ ആ സ്ഥലത്ത് ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് മനസ്സിലായിട്ടായിരിക്കാം ഒരു പക്ഷെ തിരികെ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങൾ നൽകിയത്. LDF വഞ്ചിച്ചു എന്നാണ് റസാഖ് പറയുന്നത്. മാത്രമല്ല ഈ വഞ്ചനയ്ക്ക് തിരിച്ചു വഞ്ചിക്കുന്നൊരു കുഴപ്പമില്ലെന്നും അദ്ദേഹം പറയുന്നു. കാരാട്ട് റസാഖിന്റെ വാക്കുകൾ കേട്ടുള്ളൂ. അല്ലപ്പോ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നലെ രാത്രിയാണ് തീരുമാനത്തിലെത്തിയത്. ചേർത്ത് പിടിക്കുന്നതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയി തറവാട്ടിലുള്ള പ്രവർത്തനത്തിന് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. വഞ്ചന അങ്ങോട്ട് കാണിച്ചാൽ പിന്നെ വഞ്ചന ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. പല ഘട്ടങ്ങളിൽ നമ്മളെ വഞ്ചിച്ചല്ലോ. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ വഞ്ചിച്ചിട്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. വിജയിക്കുന്ന സാധ്യതയുള്ള സാഹചര്യത്തിലാണ് അടിയേക്കുകൾ നടന്നത്. പിന്നെ അതിനുശേഷം വഞ്ചന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.